ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കണമെന്നാണ് ജമാൻ അൽ അർബാഷ് എം.പി. ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത്. കുവൈത്തിൽ നഴ്സിംഗ് ജോലി ലഭിക്കണമെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് 10,000 ദിനാർ വരെ ചെലവാകുമെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യമെന്താണെന്ന് ചോദിച്ച എം.പി. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് വല്ല പരാതിയും ലഭിച്ചിരുന്നോ എന്നും ആരാഞ്ഞു. വിഷയത്തിൽ ഇന്ത്യൻ അംബാസഡറുമായി ആരോഗ്യ മന്ത്രാലയം കൂടിക്കാഴ്ച നടത്തിയിരുന്നോ? നടന്നിരുന്നെങ്കിൽ മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ആരായിരുന്നു കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്? ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിക്കും ആരോഗ്യ വിദേശകാര്യ മന്ത്രാലയങ്ങൾക്കുമിടയിൽ വല്ല യോഗവും നടന്നിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങളും എം.പി. ഉന്നയിച്ചു. 2013 ശേഷം നിയമിതരായ നഴ്സുമാരുടെ പൂർണ്ണ വിവരങ്ങൾ, പുറത്തുനിന്നുള്ള നഴ്സുമാരെ നിയമിക്കുന്നതിന് സിവിൽ സർവീസ് കമ്മീഷനും ആരോഗ്യ മന്ത്രാലയവും പരസ്പരം കൈമാറിയ രേഖകൾ, നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ അധികാരപ്പെടുത്തിയ ഏജൻസികളെയും ഓരോ ഏജൻസിക്കും അനുവദിച്ച ക്വാട്ടയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തണമെന്നും പാർലമെന്റ് അംഗം ആവശ്യപ്പെട്ടു. നഴ്സുമാരെ തെരഞ്ഞെടുക്കുന്നതിന് ഇന്ത്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എം.പി. തേടിയിട്ടുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.